അപ്പോൾ ഇവരാണ് ചെയ്യുന്നത് മായ വർഷ. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെച്ചാൽ ഇടുക്കിയിലാണ്. അല്ല ഇടുക്കിയല്ല, നമ്മൾ ഇടുക്കിന്ന് കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ നമ്മൾ അങ്കമാലിക്ക് വന്നു. അങ്കമാലി ഡയറീസ് ടീംസ് വരുന്നുണ്ട് കേട്ടോ. മഴ മാറുന്നുണ്ട് കേട്ടോ, ചെറുങ്ങനെ ചെറിയൊരു മഴ മാറുന്നുണ്ട്. ചൂട്ടിന് മഴ മാറുമ്പോ നല്ല സുഖമുണ്ട്. അപ്പൊ കൊട പിടിക്കാനെല്ലാം ആളാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാലേ അങ്കമാലിയാണ്. നമ്മള് കൊച്ചിയിൽ വന്നിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന വഴി അങ്കമാലിയില് നമ്മള് കഴിഞ്ഞ വർഷം പ്രസവിച്ച സമയത്ത്, അതെ, പ്രസവ രക്ഷയ്ക്ക് നമ്മള് എത്ര ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ പാട് നമ്മള് 2 ആഴ്ച കഴിഞ്ഞാലോ പ്രസവിച്ച് ഒരാഴ്ച കഴിഞ്ഞ പാട് നമ്മള് നിക്കാൻ പോയിന്. പ്രസവ രക്ഷയ്ക്ക് നമ്മള് കോഴിക്കോട് പോയിന്. അവിടെ 2 ആഴ്ച സമയത്തില് അവിടെ 2 ആഴ്ച നിന്നിട്ടാണ് പോയിന്. അപ്പോ അവരെ തന്നെ ഇവിടെ അങ്കമാലിയില് L4 ലൈഫ് അല്ലേ ചേട്ടാ, L4 ലൈഫ് അതാണ് ഇവിടുത്തെ പേര് കേട്ടാ. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കൊന്ന് കയറി, അതെ, ഈനിടക്കേ നമ്മളെ അവർ ഇത് തുറക്കുമ്പോഴേ വിളിച്ചിനേന് നമ്മളതിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൂരമായതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ പോകുന്ന വഴിക്കല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. ഫുൾ ആയിട്ടില്ല, 14 ദിവസത്തെ എടുത്തേ. അതെ, അപ്പൊ അങ്ങനെ ഇവിടെ കയറിയിട്ടേ ഉള്ളത്. ഇന്നത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ കവി. ഞാനിത് നല്ല വെളുത്തിട്ടുണ്ടാവല്ലോ. ഇത് ചെയ്താ വെളുക്കുകയാ? അല്ല, അതറിയില്ല, ഞാൻ പറഞ്ഞപ്പോ മുഖത്തിലുണ്ടല്ലോ അല്ലേ. അതെ, അവര് നല്ല ഫേഷ്യലും മുടിക്ക് നല്ല ഫേസ് പാക്ക് എല്ലാം ഇട്ടിട്ട് നല്ല ഇതാക്കും. മുടിക്ക് ഫേസ് പാക്കാ? അല്ല, സോറി, ഹെയർ പാക്ക്. ഫേസ് പാക്ക് മുഖത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റിന് വന്നിട്ടുള്ള ഇതാണ് ട്രീറ്റ്മെന്റിന്റെ റൂം. ഇന്നലെ ഒന്ന് ചെയ്തു, ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതാണ് ഡോക്ടറെ ചോദിച്ചിനി. ഡോക്ടർ പറയും നമുക്കിപ്പോൾ 3 ദിവസത്തെ പാക്കേജാണ് കവിക്ക് പറഞ്ഞിട്ടുള്ളത്. 3 ഡേയ്സിൽ കംപ്ലയിൻസ് എന്ന് പറയുന്നത് കുറച്ച് ഹെയർ ലോസും കാര്യങ്ങളും ഉണ്ട്, ചെറിയ ബോഡി പെയിനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് 2nd ഡേ ആണ് ആളുടേത്. അപ്പോൾ ഇവരാണ് ചെയ്യുന്നത് മായ വർഷ. സ്റ്റീമർ നാളെയാണല്ലേ ഡോക്ടർ? നാളെ. ഇത് ഇരിക്കുന്ന പറഞ്ഞാല് പെരിയാർ നദീന്റെ കരക്ക ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇത് ഉള്ളിലാണ്, കുറച്ച് ഉള്ളോട്ടാണ് ഈ സംഭവം ഉള്ളത്. മെയിൻ റോഡിന് കുറച്ച് ഉള്ളോട്ട്. L4 ലൈഫ് എന്നുള്ള ബോർഡ് അടിയുണ്ട്. രാത്രി വരുമ്പോൾ തന്നെ ഇതൊരു ഫോറസ്റ്റ് ഇതാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഏരിയക്ക് ഇങ്ങോട്ട് അടുത്തോടെ വന്ന് മറ്റേ മഹാഗണി മരങ്ങളെ ഒരു ഇതുള്ള സിനിമയിലും കാണിക്കുന്നത്. അതുപോലെ തന്നെ കുരിശുമല, മലയാറ്റൂർ പള്ളി. അവിടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ, മലയാറ്റൂർ പള്ളി. അങ്ങോട്ട് നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോൾ അങ്ങോട്ട് കുന്നിൻ്റെ അങ്ങോട്ട് ലൈറ്റ് കണ്ടിരുന്നു. നേരെ ചോദിച്ചാൽ നമ്മൾ നേരെ പറഞ്ഞു തന്നെ ഇടാരം കൊണ്ടെന്ന് പറയണേ. ഇവിടെ നമ്മളെ യൂട്യൂബ് കുടുംബങ്ങൾ കുറേ പേരുണ്ട് വന്ന് ഇവിടെ പണിയെടുക്കുന്നവർ കുറേ പേരുണ്ട്. ഇവിടെ വന്ന് മിണ്ടി പരങ്ങ് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ആദ്യം ഈ സ്ഥലം കാണിച്ചു തരാം. ഇത് പറഞ്ഞാൽ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലമുള്ളതാണ്, ഒരു കുറേ ഏക്കർ സ്ഥലത്ത് ആണ് ഇതുള്ള ഈ വീടുള്ള തന്നെ. ഇതിൻ്റെ ബാക്കിലും കുറേ അങ്ങനെ സൗകര്യമുണ്ട്. ഇവിടെ ഫുൾ ലൈറ്റും കാര്യങ്ങളും രാത്രി ഉണ്ട്. ഇതെല്ലാം കണ്ടിരുന്നു. കുറേ നടക്കാനുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയാട്ടാ. ഒരു പാർക്ക് പോയൊരു ഫീലാണ് ഇവിടെ വന്നേരം. ഞാൻ പറയാൻ നോക്കല, ഒരു പാർക്ക് പോയ ഫീലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല ഒരു സുഖമാണ് ഇവിടെ കഴിഞ്ഞാൽ. അതെ, ഈ ഒരു ഏരിയ ആണ്. ഇവിടെ വെച്ചാൽ ജാതിക്കാണ്, ഫുൾ ജാതിക്ക മരങ്ങൾ. ജാതിക്കത്തോട്ടം ഒരു ജാതി നിന്റെ നോട്ടം. ഏലക്കാട്ട് പേരും കവിയോട് ഞാൻ ഏലക്കത്തോട്ടം എന്ന് പറയുമ്പോൾ പറയും ജാതിക്കാന്ന്. ജാതിക്കത്തോട്ടാണ്, ജാതിക്കത്തോട്ടം. ഇത് നമ്മളൊരു ബ്രോ ആണ്, കൊൽക്കത്തയിലുള്ളതാണ്, സുൽത്താൻ എന്ന പേര്. ഇവിടെ കുറേ നാളെ ജോലി ചെയ്യുന്നല്ലേ. ബ്രോന്റെ പേര് കറക്റ്റ്? മുഹമ്മദ് സുൽത്താൻ എന്നാണ്. സുൽത്താനാണ് നമ്മൾ വിളിക്കല്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വന്നിന്. ഇന്ന് നമ്മൾ സുൽത്താൻ്റെ പേര് ഇവിടുന്ന് ക്രിക്കറ്റ് കളിച്ചു. സുൽത്താൻ കുറേ മാങ്ങ നമുക്ക് കൊണ്ടു തന്നു. അതുപോലെ തന്നെ ഒരു ഫാമിലി എല്ലാവരും പണ്ടേ നമ്മളെ ചാനൽ കാണുന്നേ പറഞ്ഞു. ഇവരെ വീട്ടിലെ മോഹൻലാൽ ഭയങ്കര ഇഷ്ടമല്ല. ഇവര് കൊൽക്കത്തയല്ലേ? കൊൽക്കത്തയിലാണ് കേട്ടോ, ബഡ്വാൻ ജില്ല. മഴ മാറുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം സംഭവമാണ്. ഇത്തിക്കേ മാമോനെ, ഇവിടെ സൈക്കിളും കാര്യങ്ങളുണ്ട്. സുൽത്താൻ ഞാൻ അപ്പുറമുണ്ട്, അപ്പുറത്തുണ്ട്. നമ്മളെ കണ്ണൂർ ഭാഷ സുൽത്താൻ ശരിക്കും തിരിയുന്നില്ല, എന്നാലും ഒപ്പിക്കുന്നുണ്ട്, തിരിയുന്നുണ്ട്. ജാതിക്ക മരത്തിൽ കുറേ ജാതിക്കയും കാര്യങ്ങളും ഉണ്ടേ.
ഇവിടെ വീട്ടിലുണ്ട് കുറെ നമ്മൾ പൊട്ടിച്ച് നോക്കി. ഇത് നമ്മള് ബിരിയാണിയിലുള്ള ഈ കായ് ഇതിന്റെ ഉള്ളിലെ കായ് കണ്ട ബിരിയാണി കായ് ഇത് ഈ പൊട്ടിക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു ഉണ്ട പോലത്തെ സാധനം കിട്ടും ബിരിയാണി. നമ്മൾ പൊട്ടിച്ച് നോക്കാം. അപ്പൊ ഇതിന്റെ മേലെ ചോപ്പ് കളർ ഉണ്ടാവും, മറ്റേ വെനം സിനിമയിലെ അറിയില്ലേന്ന് ഇപ്പൊ നേരിട്ട് കണ്ടാരോ മനസ്സിലായി. ജാതിക്ക നല്ല പൈസയിലുള്ളതാട്ടാ, ഏലക്ക പോലെ തന്നെ ഉള്ളൊരു ഇതാണ് ഒഴുകുന്നത്. ഇതൊക്കെ മുല്ലപ്പൂ പോലത്തെ കട്ടിങ്സ്. ഞാൻ വിചാരിച്ചു മുല്ലപ്പൂവാനോ. മുല്ലപ്പൂ അല്ല, പോലത്തെ ഒരു കട്ടിങ്സ്, മുല്ലപ്പൂ വിരിയുന്ന പോലത്തെ ഒരു കട്ടിങ്. ഇത് മുഴുവനായിട്ടും എന്നാ ഓരോ ഭാഗത്തും ഉണ്ട് കേട്ടോ. ആ ഭാഗത്ത് റംബൂട്ടാനാണ്, പല പല പഴങ്ങൾ. ഇത് കണ്ടോ, ഇത് പാഷൻ ഫ്രൂട്ട് അല്ല, ഇത് വേറെ എന്തോ ഒരു പഴത്തിന്റെ പേര് പറഞ്ഞേ. എനിക്ക് അത് മാംഗോസ്ട്രീൻ ആണ്. ഓ അതെയാ, മാംഗോസ്ട്രീൻ. ഇത് ശരിക്കും പറഞ്ഞല്ലേ ഇതാണ് ഈ എന്നാ പറയാപ്പാ എസ്റ്റേറ്റ് അല്ല, ഈ എന്തോ ഇതിലുണ്ടല്ലേ, അല്ല പാർക്കല്ല അപ്പ, ഇത് വീടും എസ്റ്റേറ്റും എല്ലാം ഒപ്പരാക്കിയിട്ട് ഇവർ ഈ സ്ഥലം മുഴുവൻ കൃഷിയും കാര്യങ്ങളും ഇവർ താമസിക്കുന്നത്. ഇപ്പൊ ഇവരുടെ താമസിക്കുന്നത് ഈ ഇവരായി തോന്നുന്നു, ഇത് ചെയ്യുന്നവരായി വീട് നിൽക്കല്. അവർക്ക് വേറെ വീടുന്നവർക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും. അതേക്കും ചിലപ്പോ. നേരത്തെ നമ്മൾ വന്നിട്ട് കുറച്ച് മാങ്ങെല്ലാം പെരുക്കി റൂം കൊണ്ടുപോയിട്ട് മുറിച്ച് തിന്നിട്ടതാ. നല്ല മധുരമുള്ള മാങ്ങ, നല്ല മധുരമുള്ള പേരക്ക. ചേമ്പലല്ല, ഇവിടെ വന്ന പാടന്നെ ചേമ്പലായിട്ട് കവി പറയുന്നുണ്ട്. കുറച്ച് ഓലം അത് ചേമ്പലല്ല മോളെ, അത് പറിച്ചിട്ടുണ്ടെങ്കിൽ കളരി കണ്ടായിരുന്നു ഇവിടുത്തെ. എന്താ വീട് നല്ല രസമായിരുന്നു കേട്ടാ. നമ്മള് പത്രൊട്ടി ഇല പോലെ വലിയ ചെറിയൊരു പോണ്ടും കാര്യമെല്ലാം ഉണ്ട് ഇടാ. അതാ എന്റെ പേര് L4 ലൈഫ്. വീട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ടേ, അതിനെ പറയാ കേട്ടോ, ലാസ്റ്റ് തൊട്ട് പറയാം. എങ്ങനെയാ വീട് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹാപ്പി പറഞ്ഞ ഋഷിക്കിടെ കൊണ്ടു നോക്കുമ്പോല്ലേ മോനെ ഇഷ്ടംപോലെ നടന്നു കേട്ടോ. നിങ്ങൾ നടന്ന് നോക്കാം. നല്ല ഇതും കാര്യങ്ങളിലാണ്. നമ്മൾ നടന്ന നേരത്തെ ക്രിക്കറ്റ് കളിച്ചേട്ടാ, നല്ല പേരൊക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉള്ളത് പറയാൻ കേട്ടാ. പേരൊക്കെ നല്ല മധുരം. അതെ, ഇത് നീന്തി കുട പിടിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. മഴ വരാത്ത മുമ്പേ പണ്ടുള്ളവർ പറഞ്ഞു, മഴ വരാത്ത മുമ്പേ കുട പിടിക്കണ്ട പറയുന്നില്ല. അതാ നല്ലത്. മഴ നിന്റെ കുട പിടിക്കുന്ന മഴ പോയി കേട്ടാ. രസല്ലേ ഇങ്ങനെ കാണേ. വീടിന്റെ നല്ല കളറായിട്ടുണ്ട്. മഴ വരാനായി കേട്ടാ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. സൂര്യകാന്തി ഉണ്ട്, സൂര്യകാന്തി വലിയ വീടില്ലാത്ത സംഭവമില്ല കേട്ടാ, ഈ പറമ്പില്ലാത്ത സംഭവമില്ല. നമ്മള് നേരത്തെ കൊറേ പേർക്ക് മുറിച്ച് തിന്നേ, എന്തൊരു മാതിരി ആന്നറിയത്. കൊറേ തിന്ന് കേട്ടാ, ഇനിയൊന്നും ആവില്ല തിന്നേ. സൂര്യകാന്തി പൂവിന്റെ മുട്ട് ഇതാ, ഇതിൻ്റെ അകത്ത് സൂര്യകാന്തി എണ്ണ എടുക്കുന്നില്ല നമ്മളെ. തൊട്ട് സൂര്യകാന്തി പൂവിന്റെ കുറച്ച് സ്ഥലമുണ്ടേ. പിന്നെ ഒരുപാട് സ്ഥലം നിൽക്കാനും കാഴ്ചകൾ കാണാനും ഭയങ്കര റിലാക്സ് ആയിരിക്കും കേട്ടോ ഇവിടെ വന്നാലോ. ചോള വരാം, അതിലിടക്ക് ഇതൊന്നും കണ്ടിട്ട് പോയപ്പോരേ. ഒരു മിനിറ്റ്, ഇത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടേ, ഇതിലോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകാനും. അതിൻ്റെ ഈടി അങ്ങോട്ടേക്കും നല്ല നമ്മളിപ്പോ ഈ വൃന്ദാവനെല്ലാം പോലെ കവി ആ സമയത്തുള്ള പോലത്തെ ഒരു കാഴ്ച കേട്ടാ. ഇവിടുന്ന് കണ്ട, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും. ഇത് എങ്ങനെയാ ഇത് പ്ലാൻ ചെയ്തെന്ന് അറിയില്ല കേട്ടോ, ഇവര് വീടായിട്ട് അത്രയും പണിയെടുത്തിട്ടുണ്ടാവും ഇവരെ ഈ പ്ലാനിങ്. നല്ല രസമുണ്ട്. ഇതിന്റെ റൂമെല്ലാം കാണിച്ചു തരേ. ഇതിലെടുക്ക് പറഞ്ഞാൽ ഇതണ്ട, ഈ പുഴ ഇങ്ങനെ വരുവേ. പക്ഷെ വെള്ളം കുറവാട്ടോ, വെള്ളം ഉണ്ട് ഇവിടെ കണ്ട, അടിലുണ്ട് വെള്ളം, പക്ഷെ നിറച്ചും അങ്ങനെ ഇല്ല കേട്ടാ. എത്തിക്ക് താഴ്ത്തി. ഹായ് ബ്രോ, അമ്മയും പിടിക്കാം, നമുക്ക് പിടിക്കാം, അമ്മയും പിടിക്കാൻ പറ്റും കേട്ടാ. പനം കൈയല്ലേ ഇത്, പനേന്റെ കൈ കേട്ടാ. ചോളം നല്ല മൂത്തായിട്ട്. മാങ്ങ പെറുക്കാൻ ആളില്ല വരുമ്പോ നമ്മളുണ്ട്. നമ്മളെ എല്ലാ ദിവസവും കൊണ്ട് വരാം ബ്രോ. നല്ല മാങ്ങ കൊണ്ടുപോകും, മാങ്ങെല്ലാം കൊണ്ടു തന്നേട്ടാ. കണ്ടവണ്ണം പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. വീട്ടിലേക്കെല്ലാം വിളിച്ച് ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്ത് പുള്ളി. വാ, സന്തോഷം, ഭയങ്കര സന്തോഷം. വാ ബ്രോ, വാ, നിങ്ങൾക്ക് മേലേക്ക് പോവാ. നമുക്കില്ലേ കവി, ഇനി ഇടിയൊന്നുമില്ല കാണാൻ. ഇതാണ് ബ്യൂട്ടി ആയിട്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടേ. ഇവിടെ കയറി ഇരുന്നാൽ നല്ല അടിപൊളിയായിട്ട് കാഴ്ച. നമ്മൾ അന്ന് ഇതിന്റെ ഇനാഗ്രേഷൻ ആ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിളിച്ചിന്, പക്ഷെ അന്നേരം നമ്മൾ പിന്നെ ദൂരല്ലേ നമുക്ക്. ഇത് നമ്മൾ പോകുന്ന ബൈക്ക് തന്നെ കേട്ടോ, അങ്കമാലി ആട്ടോ ഇത് സ്ഥലം. ബ്രോ ഇത് കറക്റ്റ് സ്ഥലം അറിയാം? പ്ലേസ് വിച്ച് പ്ലേസ്? ഇലിത്തൂർ. ആ ഓക്കെ, ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാം ക്ലിയർ ആയിട്ട്. അവരുടെ അടുത്ത് പറയാം അഡ്രസ്സ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലും കൊടുക്കാൻ വേണ്ടി ആർക്കെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ ഡീറ്റെയിൽ നമുക്ക് പറയാം. ആർക്കും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാലോ. അപ്പോൾ അങ്ങനെയുള്ള കേട്ടോ. ഇതെന്താ ഈ സ്ഥലം വന്നിട്ട് നമ്മളിങ്ങനെ വേഗം പറയുമ്പോൾ എന്നപ്പോൾ ഇങ്ങനെ പറയുന്നു വിചാരിക്കില്ല. എന്നറിയാം ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ.
പഠിച്ചു ചെറുക്കാൻ എക്സൈറ്റ്മെന്റ് ഭയങ്കരാന്നേ. എന്ന് വെച്ചല്ലേ ഒരു വീടിന്റെ മിറ്റ് ഇങ്ങനെ ആക്കിയെടുക്കുക പറഞ്ഞാൽ നോക്കിയേ, ഇത് ആദ്യത്തെ ഒരു വീടായിട്ടാണല്ലോ ഉള്ളത് അല്ലേ. എന്ത് രസമായിട്ട് എടുത്തിട്ടില്ല, നേരിട്ടാണ് ഭയങ്കര ഭംഗിയാണേ. വീഡിയോയിലോട്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കയ്യിലാണെങ്കിൽ എത്ര വൃത്തിയിലുണ്ടാവുമോ എന്നറിയില്ല. നമുക്ക് ഇതിനുള്ളിലൊക്കെ ഒന്ന് പോയാലോ? നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുവാന്നേ. കഴിവാ അത് മൈക്ക് വെച്ചിട്ടുണ്ട്, അത് എടി പോലട്ടാ, എൻ്റെ പിന്നെ വയലിൽ ഒച്ച കിട്ടൂല കേട്ടാ. അതിനോട്ട് എന്നാ ചെയ്തേ? മുടിക്ക് മറ്റേ ഓയിൽ മസാജും പിന്നെ ഹെയർ മാസ്ക് ഇട്ടിട്ട് കുളിച്ചു. അങ്ങനെ ഒന്ന് കുളിച്ചല്ലോ മതി. നമ്മള് പിന്നെ വാവേ ഇത് അടിയെ കുളിക്കണ്ട പോലും. അപ്പൊ അങ്ങനെ നമുക്ക് ഗസ്റ്റ് റൂമാണേ. നമ്മളങ്ങനെ നേരെ കണ്ടപാടുള്ള റൂമാണേ. എൻ്റെ പുറംഭാഗം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇവിടെയാണ് ഫുഡെല്ലാം ഉള്ള കേട്ടോ. ഫുഡ് രാവിലെയും നല്ല അടിപൊളി ഫുഡേനും കിട്ടും, എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉച്ചക്കും നല്ല ചോറും പരിപാടികളായിട്ട് നല്ല സദ്യനും. അതുപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ജാതിക്ക വരുന്ന കേട്ടോ. അടിപൊളിയെല്ലാം ജാതിക്ക എന്ത് രസമാണെന്നറിയാം, കട്ടിയായിട്ട് വളർന്നിട്ട് നല്ല തണലും. ജാതിക്ക നമ്മളെ വീട്ടിനടയ്ക്ക് ഒന്നുകൊണ്ട് പോയി നടണം. വരുമായിരിക്കും അല്ലേ. മടിയൻ കസേരയിലുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട്. മടിയൻ കസേര ബാബ അവിടെ മടി പിടിച്ചിരിക്കട്ടെ. നമുക്ക് മേലേക്ക് പോവാം കവി, വേഗം കാണിക്കാം, ഇതിൽ കുറേ ആവും. അതാ പിന്നെ ഭക്ഷണപ്പൊരിയും കാര്യങ്ങളെല്ലാം ആ ഭാഗത്താണ്. അങ്ങനെ നമ്മൾ മേലേക്ക് വന്നേ. മേലെ ആട്ടെ നമ്മളെല്ലാം റൂം വരുന്നത്. മേലെ അടിയിലെ റൂമുണ്ട് കേട്ടാ. എൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടാ മേലത്തെ സ്ഥലം ഇതാട്ടോ റൂം. നമ്മൾ വന്നുകൊണ്ട് കുറച്ച് അലങ്കോലായിട്ടുണ്ട്. 2 റൂമുണ്ട് കേട്ടോ, ഒന്ന് അപ്പുറത്ത് കൊണ്ടൊന്ന് ഇടിയുണ്ട്, വൃത്തിയിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ദിവസമാണേ. ചായ കുടിക്കാൻ വന്നിട്ടുള്ളേ. ഇവിടുത്തെ ഫുഡും പരിപാടിയിലൊന്നും കാണിക്കാൻ വെച്ചിട്ടാണ്. ഇന്ന് 3ാമത്തെ ദിവസം ഇന്നത്തെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. പക്ഷെ ആദ്യത്തെ 2 ദിവസം വേറെ പറയുന്നു. ഇന്നത്തേത് ഗ്രീൻ പീസ് കുറുമ, വെള്ളപ്പോ, എഗ്ഗ് എല്ലാ ദിവസവും ഉണ്ടാവും. അതുപോലെ തന്നെ കറി, പയറ് കറിയാ, നല്ല കറി. പിന്നെ ഇതെന്ന റാഗി പുട്ട്, പഴം പുഴുങ്ങിയത്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം ഇതും വരും. പിന്നെ ചായ പാലാന്ന് വെച്ചാൽ അതും തരും. അപ്പോൾ അങ്ങനെയാണ് രാവിലത്തെ ചായ. ഇത് ഇതാരാ പൂലം ചൂടി ചവിട്ടില് സുന്ദരനായിട്ടില്ലേ? സുന്ദരനായി അല്ല അതിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും നോക്കുകയാണ് കാടിൻ്റെ അടുത്ത്. ഇടാന്ന് പറഞ്ഞാൽ ഫാമിലിക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. മറ്റേ പ്രസവരക്ഷ അങ്ങനെ ഇല്ല തോന്നുന്നു, അതില്ല. സാധാരണയുള്ള അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ 3, 5, 7 ഒരു ദിവസം അങ്ങനെയുള്ള ഇതാണ്. കറക്റ്റ് സ്ഥലം എവിടെ വരുന്നത് ഡോക്ടർ? എയർപോർട്ടിനടുത്താണ്, ഇല്ലിത്തോട് എന്ന് പറയും, മലയാറ്റൂർ ഇല്ലിത്തോട്. ഈ പുഴ നമ്മൾ വരുന്ന ദിവസമില്ലേ ഒന്നും ഉണ്ടായില്ല, ആരും ഇവിടെ ചെറുങ്ങനെ ഉണ്ടായില്ലേ. ഇപ്പം നോക്കിയാൽ വെള്ളം മാറി വരുന്നൊരു ഇതാട്ടാ. അറ്റുമഴയാണ്, മഴ കിട്ടുമ്പോൾ ഒരു കൊതി തന്നെ. കൃഷിക്ക് എല്ലായിടം ഇല്ല, റിമോട്ടെല്ലാം എടുത്തോണ്ടെങ്കിൽ എല്ലായിടം പരിപാടി നോക്കുന്നു. ഈടാന്ന് പറഞ്ഞാൽ മാങ്ങ പൊറുക്കല് നോക്കടാ. ഇതാ കൊണ്ടച്ചിട്ടാ മാങ്ങ, പേരക്ക എല്ലാം ഇവിടെ ഉണ്ട് കേട്ടാ. ഇത് തിന്നല പരിപാടി ഇടുന്നിട്ട് എന്നാ മധുരം മോനെ. ഋഷിക്കെന്നാ തീ തുറക്കാൻ വേണ്ടി പറയുന്നേ, റിമോട്ടിലെടുത്ത് തോന്നി. ഇതാ നമ്മളെ മാങ്ങ പറയാൻ കേട്ടാ. മാങ്ങയുടെ കൊണ്ടുവന്നത് വെച്ച് അപ്പാടെ അങ്ങനെ എഴുതുന്നുണ്ടായതാ, വന്നിരുന്ന് ആടുന്ന ഒരു മാങ്ങ എടുത്ത് കഴിച്ചു. ഇതിന്റെ പുളി നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നി. ചെന്നൈയിലും കഞ്ഞി കൃഷി താത്ത അനീച്ചിക്ക് താത്ത അതുതാ. ഇന്ന് മഴ പെയ്തിട്ട് നല്ല രസമുണ്ട്. ഇന്ന് പച്ചപ്പെല്ലായിട്ട് തണുപ്പെല്ലായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. ഇത്ര ആളുണ്ട് കേട്ടോ ഇടാ. ഹായ്, പേര് പറയുന്ന 2 പ്രാവശ്യം അല്ലേ. അങ്ങനെ നമ്മൾ പുലർച്ചെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അവിടുന്ന് പോകുമെന്ന്. സമയത്ത് ആയുർവേദിക്സ് നമ്മൾ 1 വർഷം മുന്നല്ലേ സമയത്തിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? ഞാൻ ചുണ്ടനെടുത്തതാണ് കേട്ടല്ലേ. അടിപൊളി. തണുപ്പിന് പോകുമ്പോൾ നല്ലതാട്ടാ. പിന്നെ എല്ലാം നല്ല ക്വാളിറ്റി സാധനം. സമയത്തിന്റെ പേര് തന്നെയാണ് ഇത്.
അപ്പോൾ ഇവർ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ട് വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ വർഷം. ഉള്ളിയേരിയുള്ള സ്ഥലത്തല്ലേ ആടില്ല ഞങ്ങളെ പ്രൊഫഷനെ. അപ്പം നമ്മൾ രാവിലെ നമ്മളിവിടുന്ന് പുറപ്പെടും, വീണ്ടും സന്ധിக்கலாம் അല്ലേ, വീണ്ടും വരുമ്പോൾ കാണാം. വീണ്ടും വരാം. നല്ല ഉണ്ട് കേട്ടോ, 3 ദിവസമായിട്ട് ഭയങ്കര അറിയില്ല. സന്തോഷം. ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്കും. അപ്പോൾ നല്ല കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഉള്ളിൽ എത്ര ഭംഗിയായിരിക്കും അങ്ങനെ വിചാരിച്ചു. നല്ല രസമായി, അടിപൊളിയായിരുന്നു. ഡോക്ടറിന് രാവിലെ പോകുന്നുണ്ടല്ലേ? ശരി, നമുക്ക് വീണ്ടും വരുമ്പോൾ കാണാം. അപ്പോൾ രാത്രി നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ സമയത്തിൻ്റെ ആയുർവേദിക് സാധനം കൂടി നമ്മൾ വരുത്താൻ നമ്മളത് കൊണ്ടുപോകുന്ന വീട്ടിലേക്ക്. ലിബാം, പിന്നെ ഇത് ഫേസ് പാക്ക് അല്ല ഹെയർ പാക്ക്, പിന്നെ ഇത് വെളിച്ചെണ്ണ ഹെയർ ഓയില് അതുപോലത്തെ ലിബമാണ്. പിന്നെ ഇത് ഫേസ് ഓയില് പിന്നെ ഇത് ഫേസ് പാക്ക്. ഇത് ഇച്ചിരി മുഖത്തിടുമ്പോ എത്ര സമയം ഓടും? അതൊന്നുമില്ല. പിന്നെ ഇത് ഷാമ്പു, ഇത് ബോഡി വാഷ്, ഇങ്ങനെ കുറേ ഷാമ്പു ആണ്. അതേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ നമ്മൾ പുറപ്പെടും. രാവിലെ കാണുമല്ലോ. അപ്പോൾ യാത്ര 5 ദിവസമായിട്ടോ നമ്മൾ പുറപ്പെട്ടിട്ട്. 5 അല്ല 6 ദിവസമായി. 7 ദിവസമായിട്ടാ മുടി വരെ പറഞ്ഞിട്ട് 7 ദിവസമായി. ഒന്നും നോക്കല്ല, ഇങ്ങനെ പോക്കാം. അപ്പോൾ നമുക്കിനി ഇനിയൊരു യാത്രയുണ്ട്. കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ ദൂരത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇനി കൊച്ചിയിലേക്ക് വരാം. ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ വരും നമ്മൾ. പത്തിക്ക ഒത്തടാ.